ഇപ്പൊ നമുക്ക് 10 കൊല്ലത്തിന് ശേഷം ഭരണമാറ്റം കിട്ടി. അതായത് പഴയ കേരളം മാറി ഇങ്ങോട്ട് പുതിയ കേരളമാണ്. അതായത് 4-ന് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് തപ്പി ഇങ്ങോട്ട് മുഖ്യമന്ത്രിനെ കിട്ടിയത്. ഇതുവരെ മുഖ്യമന്ത്രി ഇല്ലാത്തതെന്നൊക്കെ നമ്മളെ വിളിക്കല് അയൽ സംസ്ഥാനക്കാര്. അങ്ങനെ അതിന് ശേഷം ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിന്റെ കുറെ മതേതരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ? നല്ലൊരു ചോദ്യമാണത്. മതേതരത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയമല്ല. പക്ഷെ അതിൽ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ രാഷ്ട്രീയം കടന്നു വരാം. നമ്മളൊരു പൗരൻ എന്നുള്ള നിലയ്ക്കൊരു പക്ഷെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നേക്കാം. അങ്ങനെ വന്നാൽ നമ്മൾ ഇന്ന പാർട്ടിന്റെ ആളാണ് എന്ന് മുദ്ര കുത്താതിരിക്കാൻ പ്രേക്ഷകരോട് ആദ്യം തന്നെ നമ്മൾ പറയാം, നമുക്ക് രാഷ്ട്രീയം എന്നുള്ളൊരു വിഷയമല്ല. നമുക്ക് നിഷ്പക്ഷമായിട്ട് വിഷയങ്ങൾ പറയാ എന്നുള്ളതാണ്. നമുക്കും പറയാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. ഏതായാലും നമ്മൾ പറഞ്ഞ വിഷയം, അൻസിഫ് പറഞ്ഞ വിഷയം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പുതിയ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ സാറ് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇനിയുള്ള 5 വർഷങ്ങൾ, ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണല്ലോ പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക, അതുവരെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകുപ്പുകളുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ മതേതരത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ, സംസാരങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്ത്, ഇന്ത്യ രാജ്യത്ത് ഉള്ള പല സംസ്ഥാനങ്ങളിലുള്ളതുപോലെ മതവുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളും അടിപിടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാകൂല എന്ന രൂപത്തിലേക്ക് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു പ്രസംഗമാണ് നമ്മളെ ഈ അടുത്ത് കഴിഞ്ഞ കേരള മുസ്ലിം ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിലും പേരോട് ഉസ്താദ് നേതൃത്വത്തിലും അതിന്റെ ഒക്കെ മുൻപന്തിയിലായിട്ട് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലും നടന്ന കേരള യാത്ര, അതിന്റെ സമാപന സമ്മേളനത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പുതിയ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രഭാഷണമുണ്ട്. അത് ജനങ്ങളെ മനസ്സിലേക്കൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തൊരു വിഷയമാണ്. സാധാരണഗതിയിൽ അങ്ങനെ പ്രഭാഷണം നടത്തുന്നവരൊക്കെ വാക്കിൽ മാത്രമേ അവരുടെ ഈ പ്രഭാഷണങ്ങൾ വാക്കിൽ ഒതുങ്ങാറുണ്ട്, പ്രാവർത്തികാക്കാറില്ല. അദ്ദേഹം അതിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. എന്ത്, മതേതരത്വം സംസാരിക്കുക, എന്നിട്ട് മതേതരത്വത്തിനെതിരെ പറയുന്ന ആളുകളെ പൊന്നാടിട്ട് സ്വീകരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അത് ചിലരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണെങ്കിലും നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ മതേതരത്വപരമായ ഒരുപാട് വിഷയങ്ങൾ അതിൽപ്പെട്ട ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയിൽ അദ്ദേഹം നടത്തിയ ഉജ്ജ്വലമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇൻഷാ അല്ലാഹ് കേട്ടിട്ട് നമുക്ക് വരാം. പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിൽ കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്ക് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കേട്ടും ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ നമുക്ക് പറയാനുള്ള വിഷയം, മതേതരത്വം വോട്ട് പോകുകയാണെങ്കിൽ പോകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. നമുക്കിവിടെ വിഷയം മതേതരത്വമാണ്, സൗഹാർദ്ദമാണ്, സ്നേഹമാണ്. എല്ലാവരും തോളോട് തോൾ തൊട്ടുരുമി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. ഹിക്കപ്പെടുന്നവരാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മതേതര ഇന്ത്യയായിട്ട് തന്നെ എല്ലാ കാലത്തും വാഴണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ നേതാക്കളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല സന്ദർഭങ്ങളിലും പല മെസ്സേജുകളായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. മതേതരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരിക്കലും മതരാഷ്ട്രവാദം നമ്മളുടെ അജണ്ടയല്ല. ജമാഅത്തെ ഇസ്ലാമിയെ പോലത്തെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്ത പാർട്ടികളൊക്കെ ഒതുങ്ങിയിട്ട് ഇതൊരു മതരാഷ്ട്രമാക്കണം എന്ന ചിന്താഗതി പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ മതേതരത്വമാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിന് ഊന്നൽ നൽകുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ്. അതിനൊരു വേദി ഒരുക്കിയത് കേരള മുസ്ലിം ജമാഅത്താണ്. അതിന് നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം അങ്ങനെ അദ്ദേഹം സംസാരിച്ചു. ആ സംസാരത്തിന്റെ തൊട്ട് ഉടനെ തന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇലക്ഷൻ വരികയും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറി വരികയും ചെയ്തു. മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം വരാനുള്ള സാഹചര്യം എന്താന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. കേരളക്കാർ ഒന്നടങ്കം മീഡിയകളിലൂടെ ഒക്കെ കാണുന്നതാണ്.
അതുപോലെ KC വേണുഗോപാലിനെ പോലത്തെ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പോലത്തെ ഒരുപാട് മുതിർന്ന നേതാക്കളൊക്കെ അതിലുണ്ടായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു എന്നുള്ളത് ജനപിന്തുണയാണ്, ജനവികാരാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരുപാട് നേതൃപാഠം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തിച്ച് പരിചയം ഉണ്ടെന്നോ ഒന്നും ആപേക്ഷികമായി നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പ്രവൃത്തി പരിചയങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം കുറവാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹത്തിനാണ് ജനപിന്തുണ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇത്തരം പ്രഭാഷണങ്ങളും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന ഒരു ചിന്താഗതിയാണ്. അതേ കൂട്ടത്തിൽ അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാനുള്ളത് കേരളത്തിലെ ഡ്രഗ്സും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ. തമിഴ്നാട് ഇപ്പൊ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട ദളപതി വിജയ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ വന്ന പിറ്റേന്ന് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അവിടെയുള്ള ഇത്ര ബാറുകൾ അടച്ചുപൂട്ടുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അത് നടപ്പിൽ വരുത്താനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അദ്ദേഹം ഒരുക്കുകയുണ്ടായി. അതേ ഒരു സിസ്റ്റം നമ്മളിലേക്കും കേരളത്തിലേക്കും കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പാണ് ഇത്തരം ലഹരി മാഫിയകളുടെ അക്രമങ്ങളും അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറി മറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് വളരെ തീർച്ചയാണ്. അത് നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന, നമുക്ക് പറയാലോ, നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു ആശയമാണ്. അങ്ങനെയും ഒരു സാഹചര്യം. ഇത് കേവലം മറ്റു വരുമാനങ്ങളായി കാണാതെ അതിലേറെ ജനങ്ങൾക്ക് ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് തക്കതായ നടപടികൾ എടുത്ത് അത് കുറക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ കേരളം ഒരുപടി മുന്നിലാകും എന്നുള്ളത് തീർച്ചയാണ്. മതേതരത്വം പ്ലസ് അതിനപ്പുറത്ത് അതിനോട് കൂടെ ലഹരി വിമുക്ത കേരളമാക്കി മാറ്റാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി വരുന്ന കേരളം ഏത് രൂപത്തിൽ മതേതരത്വമായി ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന പ്രതീക്ഷയാണ്. പലരും പറയുന്നത് പോലെ വാക്കിൽ മാത്രം ഒതുക്കി പ്രവൃത്തിയിൽ വേറെ രൂപത്തിലാക്കുക എന്നുള്ള സിസ്റ്റം പലരും നടത്തി വരാറുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു.